ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഹാസ് വെൽ ബൈ റഹാ മഹ്ഷിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഈ ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ സ്വാതന്ത്ര്യമാണല്ലോ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജീൻ്റെ കൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവരിൽ ഒരാളായി ഞാൻ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഞാൻ മാറ്റിയതിന് ശേഷം ഞാൻ ആരാ നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യപ്പോൾ തന്നെ. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് 15-നാണല്ലോ. 1947 ആഗസ്റ്റ് 15-നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമായി നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് നാളെ. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഞാൻ ഒരാളെ മാറുകയാണ് ഫ്രീഡം ഫൈറ്റേഴ്സിലെ. ആരാ നിങ്ങൾ ഗസ് ചെയ്യൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫ്രീഡം ഫൈറ്റേഴ്സിലെ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ വേഷം ഇടാൻ കേട്ടോ. അപ്പോൾ ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഡ്രസ്സിങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സാരിയാണ്. അപ്പോൾ ഇടാനൊക്കെ നല്ല പണിയുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ എൻ്റെ ഈ വേഷം ഈ ഭാവം എല്ലാം കണ്ടിട്ട് ആരാന്ന് നിങ്ങൾ പറയണം. ലാസ്റ്റ് ഞാൻ ആരാണെന്ന് പറയും. പിന്നെ ഒന്ന് കണ്ടിട്ട് ആരാണെന്ന് ഗസ് ചെയ്യൂ ഗായ്സ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തുടക്കമാണല്ലോ. അപ്പോൾ ഞാൻ സാരിയെല്ലാം നിറയൊക്കെ എടുത്ത് സെറ്റാക്കി നമുക്ക് ബാക്കിയും കൂട്ടി എടുത്താൽ മതി ഗൈസ്. പിന്നെ നമുക്ക് മുടി കെട്ടാനുണ്ട്. ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ എന്തൊക്കെയാവും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു അടിപൊളി ലുക്കിൽ താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോളും കൂടി അടിപൊളിയാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ ആരാണ് ഞാൻ ഇതാ റിവീൽ ചെയ്യുന്നു. ഐ ആം ദ ഫ്രീഡം ഫൈറ്റർ സരോജിനി നായിഡു. അപ്പോൾ ഞാൻ സരോജിനി നായിഡു ആയിട്ട് ആ വേഷമൊക്കെ കെട്ടിയിട്ട് സരോജിനി നായിഡു ആണ് ഞാൻ. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ചേഞ്ചിങ് എല്ലാം കഴിഞ്ഞ് ഒരു വളയെല്ലാം ഇട്ട് മാലയിട്ട് മേക്കപ്പ് ചെയ്ത് മുടി കെട്ടി എല്ലാം കഴിഞ്ഞൊരു നിറച്ച ഹെയർ വരെയാക്കിട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ ലുക്ക്. കമ്മലൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഈ ലുക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എൻ്റെ ഹെയറൊക്കെ നോക്കുക. എൻ്റെ ഹെയറിൻ്റെ കളറൊക്കെ കൃത്യം സരോജിനി നായിഡുവിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പഞ്ചായത്തിലോട്ട് പോയിട്ടോ. ഫംഗ്ഷൻ നടക്കുന്ന പഞ്ചായത്തിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കുട്ടികൾ പല പല വേഷത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഝാൻസി റാണി, ഗാന്ധിജി, നമ്മളെ ചാച്ചാജി ഉണ്ടല്ലോ, കുട്ടികളുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു, പിന്നെ ഭഗത് സിംഗ്, അങ്ങനെയൊക്കെ പലരും ഉണ്ടായിരുന്നു. BR അംബേദ്കർ, പിന്നെ ആ മൂലയിലിരിക്കുന്ന ഞാൻ സരോജിനി നായിഡു. പല പല നമുക്ക് അറിയാത്ത വേഷങ്ങൾ വരെ ഉണ്ട് കേട്ടോ. അടിപൊളി വേഷങ്ങൾ കെട്ടി 8 സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ വീതമാണ്. ഞങ്ങൾ AR സ്റ്റാൻഡപ്പുറായ സ്കൂളിൽ നിന്ന് 2 കുട്ടികളാണ്. ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഒരു കുട്ടിയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സരോജിനി നായിഡുവും അവന് BR അംബേദ്കറുമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഓരോ സ്കൂളത്തെ കുട്ടികൾ ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വേഷമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഝാൻസി റാണിൻ്റെ കയ്യിലത്തെ വാളൊക്കെ കണ്ട് ഞാൻ പേടിച്ചൊക്കെ പോയിട്ടോ. പിന്നെ ഈ നെഹ്റു ഭയങ്കര പാവൻ നെഹ്റു ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഓരോ അടിപൊളി ഡ്രസ്സൊക്കെ വാടകയൊക്കെ എടുത്ത് സെറ്റപ്പായി വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഉമ്മമാരുടെ കയ്യിലുള്ള ഒരു സാരിയൊക്കെ എടുത്താണ് വന്നത്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പില്ല. എൻ്റെ പ്രതീക്ഷയും കോൺഫിഡൻസൊക്കെ പോയി. ഞാൻ ആകെ എന്നിൽ നിന്ന് തന്നെ മാറിപ്പോയി കേസ്. എനിക്ക് ഒരു ഉറപ്പില്ലാതായിപ്പോയി. പിന്നെ അമ്മച്ചി പറഞ്ഞു, സാരില്ല, കുഴപ്പമില്ല, നമ്മൾ പെർഫോം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം വന്നു. പിന്നെ സന്തോഷമൊക്കെ. പിന്നെ അവിടെ
ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ പേടി അങ്ങനെയായിരുന്നു. അവിടെ വലിയവർക്കുള്ളൊരു പരിപാടി നടന്നുകൊണ്ട് നമ്മൾ ഈ റൂമിലാക്കിയത് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ പേടിച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്തുള്ള ഈ ഝാൻസി റാണി മക്കളെ അടിപൊളി കിട്ടിയെന്ന് വന്നിട്ടുള്ളതിൻ്റെ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കേട്ടോ. പിന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ നമ്മളെ വിളിച്ചു. നമ്മൾ പോയി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ സ്മാരക അബ്ദുറഹിമാൻ നഗർ പഞ്ചായത്തിൻ്റെ ഹാളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ പരിപാടി ആരംഭിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പരിപാടി തുടങ്ങണം. അപ്പോൾ നമുക്ക് ചെസ് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നു കേട്ടോ. ആദ്യം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വിളിച്ച് വരുത്തി. അങ്ങനെ ഞങ്ങളവിടെ ഓരോരുത്തരായി നിന്നും നീളം വരിക്ക് വരിയായി നിന്നും പല ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ അവിടെ നിൽക്കുകയാണേ. നമുക്ക് ചെസ് നമ്പറൊക്കെ തരുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ ലൈനായി നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഭയമൊക്കെ ഉണ്ട്, എന്തായി തീരും എന്നൊക്കെ. ഒരുപാട് ആളുകൾ കണ്ടു. ചിലരൊക്കെ നല്ല അടിപൊളി ഗംഭീരമായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ ഗംഭീരമൊന്നും ഇല്ലാതെ വന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഗംഭീരമായിട്ട് എന്നെയും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും കൂടിച്ച്. അങ്ങനെ ഞാനെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന പച്ച സാരി എടുത്തിട്ട്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളോട് എല്ലാവരോടും ഒരു സീറ്റിൽ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ സീറ്റിൽ വന്നിരുന്നു. പിന്നെ നമ്മുടെ ചെസ് നമ്പർ കൊടുക്കുന്ന ടൈമായി. അങ്ങനെ ചെസ് നമ്പർ കൊടുത്ത് ലാസ്റ്റ് എനിക്ക് കിട്ടിയത് 14 കേട്ടോ ചെസ് നമ്പർ. ഓനക്ക് 13 എനിക്ക് 14 ആയിരുന്നു. പിന്നെ 15ഉം 16ഉം ഉണ്ട്. ടോട്ടൽ 16 കുട്ടികളാണല്ലോ 8 സ്കൂളിൽ നിന്നായിട്ട് വന്നിട്ടുള്ളത്. ഓരോ സ്കൂളിൽ നിന്ന് 2 വീതം. അങ്ങനെ അവിടെയുള്ള ഓരോ ചേച്ചികളും ഓരോ ചേട്ടന്മാരും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കുറച്ച് നേരം കേട്ടിരുന്നു. അപ്പോഴേക്കും നമ്മൾ പരിപാടി തുടങ്ങാനുള്ള പ്രിപ്പറേഷൻസും തുടങ്ങി. ചെസ് നമ്പർ തരല് എല്ലാം കാര്യങ്ങളും തീർക്കുകയാണല്ലോ. പിന്നെ ഓരോരുത്തരായിട്ട് സ്വാഗത പ്രസംഗം പറയാനിങ്ങനെ വിളിച്ച് പോലൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ നമ്മളെ കുട്ടികളെ പെർഫോമൻസ് അവതരിപ്പിക്കാൻ ക്ഷണിക്കാനൊക്കെ ടൈമായി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പരിപാടി മനോഹരമാക്കി തന്നതിനെ എല്ലാവിധ നന്ദിയും സാധാരണയായിട്ട് സൂചിപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് നന്മയുടേതാകട്ടെ. നമ്മുടെ വൈദ്യുതം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ തരത്തിലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തരുന്ന എല്ലാ അവകാശങ്ങളെയും സംരക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും അതിന്റെ ഒക്കെ കാവലാളുകളാകാൻ നമ്മുടെ മക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചിഹ്നവേഷ മത്സരത്തിന് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഓരോ സ്കൂളിനെയും വിദ്യാർത്ഥികളെയും വിളിക്കുമ്പോൾ ചെസ് നമ്പർ പ്രകാരം ഈ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലൂടെ വരിക. പിന്നെ അതോടൊപ്പം തന്നെ ഒന്നുകിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട കുട്ടികളെയും ബന്ധപ്പെട്ട് ഞാൻ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം കൂടിയാണ്. അതിനുവേണ്ടി അത് ലഭിക്കാൻ വേണ്ടി ആയിരം എടുത്ത വീര ദേശാഭിമാനികളുടെ മാർഗം കൊണ്ട് നമുക്കൊന്നും സാധിക്കില്ല ഈ ദിവസവും. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിന് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ മത്സരം രണ്ട് കുട്ടികളാണ് നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. ഒന്ന് ശ്രീദേവിന്റെ ചാൻസികാരിയായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അഷിത പി നെഹ്റുവായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോ അവര് സ്നേഹം ഇത് അവതരിപ്പിക്കുന്നത് വേണ്ടി കൈകടി പോരാ.
നമ്മുടെ രാജ്യത്തിനു വേണ്ടി നിങ്ങൾ എന്റെ പിന്നിൽ അണിനിരക്കുക. ഞാൻ അപ്പം ഈ കുട്ടി ഗാന്ധിജിയായിട്ടായിരുന്നു അഭിനയിച്ചത്. കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം വിറച്ച് വിറച്ച് വന്ന് ടാറ്റയെല്ലാം തരുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം ഗാന്ധിജി, നമ്മുടെ പിതാവ് എന്ന് പറയാം. പിന്നെ ദേ ഒരുപാട് ഒരു മ്യൂസിക്കായിരുന്നു, നമ്മൾ കോപ്പിറൈറ്റ് വെച്ചിട്ട് കൊടുക്കാത്തതാണ് കേട്ടോ. കുട്ടികൾ സ്നേഹത്തിൽ ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധിജി. മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്തലിബായ്, ഇവയാണല്ലോ അപ്പോൾ നമ്മുടെ സ്വന്തം ഗാന്ധിജി ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയാൽ ആ കുട്ടിയുടെ വളയും മാലയെല്ലാം ഊരി ഒരു ഇതിൽ കൊടുക്കുകയാണ്. കാരണം നമുക്ക് ആ സോങ് കൂടി വരുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ. അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കുട്ടി നമ്മുടെ സ്കൂളിൽ ഞായറാഴ്ച ജോസഫ് സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു കേട്ടോ, മുഹമ്മദ് നസീം. അപ്പോൾ അവന് മദർ തെരേസയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം മദർ തെരേസ, അപ്പോൾ ആ ഒരു മദർ തെരേസ ആയിട്ടാണ് അവൻ അഭിനയിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അവൻ്റെ ആക്ടിങ് ഒക്കെ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണെന്ന്. ഇതൊക്കെ ഉണ്ടോ, ആ മ്യൂസിക് വന്നില്ല അവന്, ആ മ്യൂസിക് കണ്ട് വന്നില്ല, അതിൻ്റെ ആക്ടിങ് കാണണം കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ മ്യൂസിക്. ഇതേ നമ്മളെ നന്ദി പറയുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട്. വരുത്തം നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ. മെല്ലെ മെല്ലെ വരികയാണേ, കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് റോൾ നമ്പർ 5 എന്നിട്ട് അവിടെ വന്ന് ഇരുന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങനെ തലോടിയിട്ട് മെല്ലെ എണീച്ചിട്ട് ആ സാരി കൊണ്ട് അതിന് ചളിയെല്ലാം തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, സാരി കൊണ്ട് നമ്മളെ തുടച്ച് കൊടുത്തു ചളിയൊക്കെ. എന്നിട്ട് അവിടെ പോയി പാല് കൊടുക്കുക കേട്ടോ കുഞ്ഞിന്. അങ്ങനെ പാല് കൊടുത്തിട്ട് കുഞ്ഞിനെ അവിടെ മെല്ലെ വെച്ചിട്ട് ടാറ്റ തന്നിട്ട് പോയിട്ടോ. അപ്പോൾ പോയി നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. പിന്നെ നമ്മുടെ സ്വന്തം ചാച്ചാജി ആയിരുന്നു, പിന്നെ നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു ചാച്ചാജി. അപ്പം അതേ ചാച്ചാജി ഇങ്ങനെ ചുറ്റി അവിടെ വന്നിട്ട് നമ്മുടെ പാട്ട് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസുഖമാ, ആ പാട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഈ ചുറ്റിന് ശേഷം നമുക്ക് സെല്യൂട്ട് തരുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം ചാച്ചാജി. അങ്ങനെ സെല്യൂട്ടൊക്കെ തന്നെ നമ്മുടെ ദേശപതാക ഉയർത്തുകയാണ്, ഇങ്ങനെ വീശുകയാണ് കേട്ടോ ചാച്ചാജീൻ്റെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ഒരു റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാച്ചാജി. തൊപ്പിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ആ പെർഫോമൻസും കണ്ടപ്പോൾ നല്ല സന്തോഷം, നല്ല അടിപൊളിയായി തോന്നി. അങ്ങനെ അതെല്ലാം നമ്മളങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഗംഭീരമായി ആ കുട്ടി അവിടുന്ന് പോയി ചാച്ചാജി. പിന്നെ അടുത്ത ആളെ നമ്മുടെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം പറഞ്ഞ ആൾ നമ്മുടെ സ്വന്തം സുഭാഷ് ചന്ദ്രബോസ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതെ നമ്മുടെ സ്വന്തം സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ നമ്മുടെ സ്വന്തം സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം പറഞ്ഞ നമ്മുടെ ആൾ സുഭാഷ് ചന്ദ്രബോസ്. മ്യൂസിക് വന്നപ്പോൾ സ്കൗട്ട് കളിച്ചിട്ട് നമുക്ക് സെല്യൂട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സെല്യൂട്ടൊക്കെ തന്ന നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു നമുക്ക് കാണാൻ കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അടുത്ത കുട്ടിയും അതുപോലെ ഗംഭീര പെർഫോമൻസ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ആക്റ്റൊക്കെ ചെയ്തു.
കണ്ടിരിക്കാൻ അതും മനോഹരമായിരുന്നു. അങ്ങനെ നടന്ന് വന്നിട്ട് നമുക്ക് നമസ്കാരം തന്നിട്ട് അങ്ങോട്ട് തന്നെ കൈകൂപ്പി, നമ്മുടെ മുന്നിൽ കൈകൂപ്പി അങ്ങോട്ട് പോയി അവിടെ എല്ലാം കൈകൂപ്പി. നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. രണ്ട് കുട്ടികളാണ് പങ്കെടുത്തത്. ആദ്യമായി ജാൻസി റാണി 1757 വിപ്ലവത്തിന്റെ ഏറ്റവും പരിതാപമാണ് ജാൻസി റാണി. കുട്ടിക്കാലം മുതലേ പോർവഴത്തിലും ആയോധനകളിലും കുതിരസവാരിയും മറ്റും പ്രാവീണ്യം നേടി ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത നമ്മുടെ ജാൻസി റാണി. പിന്നെ നമ്മുടെ സ്വന്തം ഝാൻസി റാണി ഇതേ ഇങ്ങനെ നമ്മുടെ സദസ്സിന് മുമ്പിൽ ചുറ്റുകയായിരുന്നു. കാണാൻ നല്ല, കണ്ടിരിക്കാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ചുറ്റോടെ ചുറ്റിയത് ഒരു വാളൊക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഝാൻസി റാണി ഒരു ക്യാപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഝാൻസി റാണി ഇതേ നമ്മുടെ സദസ്സിന് മുമ്പിൽ ഇതുപോലെ റൗണ്ട് ചുറ്റി. അടുത്തതായി ബിർസ മുണ്ട, ജാർഖണ്ഡിലെ ഒരു ആദിവാസി വിഭാഗത്തിലെ ഒരു നേതാവായിരുന്ന ബിർസ മുണ്ട. ബ്രിട്ടീഷുകാർക്കെതിരെ മരണം വരെ പോരാടിയ ബിർസ മുണ്ട. അപ്പം പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി അവിടെ ചുറ്റുകയായിരുന്നു. നമ്മുടെ സദസ്സിന് മുന്നിൽ അമ്പൊക്കെ കയ്യിലുണ്ട് കേട്ടോ. ഒരു സഞ്ചി അമ്പും എല്ലാം ഉണ്ട്. ഇതുപോലെ നമ്മൾ സദസ്സിന് മുമ്പിൽ ചുറ്റി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ട് അങ്ങനെ സെറ്റായി ആ കുട്ടി. ജാഗ്രതയിലാണ് ഞാൻ ജനിച്ചത്. ജനങ്ങൾ എന്നെ ഭൂമിയുടെ പിതാവെന്ന് വിളിക്കുന്നു. രാത്രിയുടെ തുണയട്ടെ, നമ്മുടെ രാജ്യം വാഴട്ടെ. പിന്നെ അടുത്ത കുട്ടി ഇതുപോലെ ചുറ്റാൻ തുടങ്ങിയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നിൽക്കാൻ. ഇത് ചെസ് നമ്പർ 11ഉം 12ഉം ആണ്. അപ്പോൾ ഇത് അവിടെ ഇരുന്നിട്ട് കണ്ടോ, അടിപൊളിയായിട്ടുണ്ടൊരു നല്ലൊരു അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടി.
സയാൻ ചന്ദ്ര ചെസ് നമ്പർ 13, രേഖ മഹബൂഷ് സരോജിനി നായികയായിട്ടാണ് നമുക്ക് വിളിക്കുന്നത്. ചെസ് നമ്പർ ഒരിക്കൽ കൂടി 13, 14. I am Mega. We are Indian. Firstly and lastly. Jai Mata Di. അടുത്തത് സരോജിനി നായികയായിട്ട് ചെസ് നമ്പർ 14, രേഖ മഹബൂഷ്. Good morning, everyone. I am Sarojini Naidu. I am a freedom fighter and a great poet. I was born on 13th February 1879 in Hyderabad. I was the first woman president of National Indian Congress. I am a daughter of Mahatma Gandhi, non-violent principles. I was the first woman governor of India. I love my country very much. I proudly be an Indian. If you are strong, you have help to the weak. Thank you. Freedom fighter. People call me Netaji with love. Give me room. Give me room, faith. Give me room, that I will give you freedom. നീ അടുത്തതായി ചെസ് നമ്പർ 16, ധ്വനിയില ഫാത്തിമ ഹുസ്നിയെ. ധ്വനി. मैं हूँ झांसी के रानी। देखिएगा, मैं झांसी से नहीं भूली। പിന്നെ എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞു. അങ്ങനെ പിന്നെ സുഭാഷ് ചന്ദ്രബോസും ഝാൻസി റാണിയുമായിട്ട് ചെസ് നമ്പർ 15, 14 ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പെർഫോമൻസും നമ്മൾ കണ്ടു. അപ്പോൾ അവരെ പെർഫോമൻസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് പായസം കിട്ടിയിട്ടോ. നല്ല സേമിയ പായസം അടിപൊളിയായിരുന്നു. നല്ല യമ്മി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആ കാക്ക എന്നോട് അടിപൊളിയായി സൂപ്പറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന എൻ്റെ മനസ്സിലോട്ട് വന്നു കേട്ടോ. സന്തോഷമായി എനിക്ക്. പിന്നെ ഞാൻ പായസം കുടിച്ചു. പിന്നെ ഞങ്ങൾ റാലി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുട്ടിപ്പട്ടാളങ്ങളും കൂടി ഒരു റാലി പോവുകയാണ്. അപ്പോൾ അതേ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം പ്രസന്നവേശ മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്നിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മദർ തെരേസയും സുഭാഷ് ചന്ദ്രബോസും മുമ്പ് തന്നെ പിടിക്കുന്നുണ്ട്. പിന്നെ നടുവിലായിട്ട് നമ്മുടെ ഗാന്ധിജി ഉണ്ട്. സൈഡിലായിട്ട് സരോജിനി നായിഡു, നെഹ്റു, ഝാൻസി റാണി എല്ലാം ഉണ്ട്. എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സും ഉണ്ട്. BR അംബേദ്കർ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ റാലി തുടർന്നു. നല്ല അടിപൊളി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴൊക്കെ പേടി ഇല്ല, എന്നാലും ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സമാധാനത്തിൽ ഇങ്ങനെ പോവുകയാണേ. ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.
പിന്നെ ഞങ്ങൾ റാലി പോവുകയാണ് ഗായ്സ്, നമ്മുടെ ചെണ്ടപ്രായ അങ്ങാടി ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ നടക്കാൻ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുറ്റാൻ കലാസമിതിയുടെ പ്രവർത്തനം അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ഒരു സംവിധാനത്തിന്റെ നമ്മളിവിടെ നടത്തിയ പരിപാടിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ജഡ്ജസിനെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ നമ്മളെ പഞ്ചായത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്കൂൾ ടീച്ചേഴ്സിന്റെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് വേണം. നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. നമ്മുടെ ജഡ്ജസ് അത് പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടും ഇനി നമ്മളെ പെട്ടെന്ന് തന്നെ ഓരോ സ്കൂളുകളും വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുത്തതായിരിക്കാം. ഇനി വരുന്ന കാലങ്ങളിൽ പ്രയോജനപ്പെടുത്താനുള്ള നമ്മുടെ ജഡ്ജസിന്റെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് പങ്കുവെക്കും. അപ്പോൾ റിസൾട്ട് പങ്കുവെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രച്ഛന്നവേഷ മത്സരം എന്ന് പറഞ്ഞത് പ്രച്ഛന്നവേഷം എന്ന് പറഞ്ഞാൽ കെട്ടിയുണ്ടാക്കുന്ന വേഷം. അദ്ദേഹം അല്ലാതെ മറ്റൊരാളെ അദ്ദേഹം അവതരിപ്പിക്കുന്നതിനാണ് പ്രച്ഛന്നവേഷം അല്ലെങ്കിൽ വേഷപ്രച്ഛന്ന എന്നൊക്കെ പറയുന്നത്. അത് ഇപ്പോ യുവജനോത്സവങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പ്രച്ഛന്നവേഷ മത്സരം മേക്കപ്പ് മാന്റെ കഥയാണോ അതോ അഭിനേതാവിന്റെ കഥയാണോ എന്നൊരു ചോദ്യം ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വേഷങ്ങൾ കെട്ടിയിടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കുട്ടിയിൽ ഉള്ള കഴിവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ നീതിപൂർവമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോ നമുക്കറിയാം, ഈ ഒരു മത്സരം നടത്തുമ്പോൾ ഒരു കുട്ടിയിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ, അവരിൽ നിക്ഷേപിക്കപ്പെട്ട കഴിവിന്റെ ഈ പ്രകൃതി നിക്ഷേപിക്കപ്പെട്ട ആ കഴിവിന്റെ ആഴവും പരപ്പും അളക്കാൻ നമുക്ക് ആർക്കും ഇവിടെ ഇരുന്നുകൊണ്ട് കഴിയില്ല. എങ്കിലും നമ്മൾ ഇവിടെ നടന്ന പ്രകടനത്തിന്റെ മാർക്ക് മാത്രമാണ്
നമ്മൾ ഇടുന്നത്. ചരിത്രത്തില് ചരിത്രം പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രച്ഛന്നവേഷ മത്സരം ലോകത്ത് നടക്കുകയുണ്ടായി. അത് ചാർലീസ് ചാപ്ലിൻ, വിശ്വവിഖ്യാതനായിട്ടുള്ള അഭിനേതാവ്, ഹാസ്യ നടൻ ചാർലി ചാപ്ലിൻ പങ്കെടുപ്പിച്ചു സംഘാടകരെ. അങ്ങനെ ചാർലി ചാപ്ലിനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ആ പ്രച്ഛന്നവേഷ മത്സരത്തിൽ ചാർലി ചാപ്ലിന് 3-ാം സ്ഥാനമാണ് ലഭിച്ചത്. 1-2 സ്ഥാനങ്ങള് അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് വേഷം കെട്ടി അദ്ദേഹമായിട്ട് ആക്ട് ചെയ്തവര് കരസ്ഥമാക്കി. ഒറിജിനൽ ചാർലി ചാപ്ലിൻ 3-ാം സ്ഥാനത്തേക്ക് വന്നു. അതാണ് മത്സരത്തിന്റെ കഥ. യേശുദാസിനെ പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരും അമിതാഭ് ബച്ചനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരും ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു തന്നത് എന്താണ്, ഒരു കുട്ടിയിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താൻ നമുക്ക് ഒരു നിമിഷം കൊണ്ട് അവരുടെ ഒരു പ്രകടനത്തിലാവില്ല. ഈ പ്രകൃതി അവരെ നിക്ഷേപിച്ചിട്ടുള്ള കഴിവിന്റെ ആഴക്കടൽ എന്താണെന്ന് കാലം തെളിയിക്കപ്പെടേണ്ടതാണ്. അതിന് ഞങ്ങളും നിങ്ങളും രക്ഷിതാക്കളും അതുപോലെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ പഞ്ചായത്തും എല്ലാം അതിന് സന്നദ്ധരാകേണ്ടതാണ്. ആ കുട്ടിയെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ മാർക്ക് കൊടുക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി അതിന്റെ ജീവിതത്തിന്റെ വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന് ഈ രംഗത്ത് കൂടെ ശോഭിക്കാൻ കഴിയും. ഇവിടെയും അവന് ഒരു ചാൻസ് ഉണ്ട്, അവന്റെ ഭാവി ഇതിലും കൂടെ ഉണ്ടെന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഒരു സർട്ടിഫിക്കറ്റിലൂടെ. അപ്പൊ അത് ഏറ്റവും സത്യസന്ധമായിട്ട് നിർവഹിക്കണം. ഈ കുട്ടിക്ക് ഇതിൽ കൂടി ഒരു ഭാവിയുണ്ട് എന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മളിവിടെ മാർക്കിട്ടത് വേഷം, തനിമ, അഭിനയം, അവതരണം, ഇങ്ങനെ 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ മാർക്കിട്ടത്. ഇതില് ഞാൻ പറഞ്ഞു നേരത്തെ കുട്ടിയുടെ പെർഫോമൻസിനാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. വാചികം, ആംഗികം, ആകാര്യം, സ്വാത്വികം, അങ്ങനെയുള്ള ചതുർവിധ അഭിനയങ്ങൾ ആ കുട്ടിക്ക് കഴിച്ചടക്കാൻ പറ്റിയോ എന്നുള്ളതാണ് നിങ്ങളിവിടെ വിലയിരുത്തേണ്ടത്. കുട്ടികളെല്ലാവരും നല്ല കഴിവുള്ളവരാണ്, പക്ഷേ അവർ ഉപയോഗിച്ചത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടാൻസി റാണിക്ക് വന്നിട്ട് ഞാൻ ടാൻസി റാണി എന്നൊന്ന് പറയുമ്പോഴാണ് നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരു രോഗം എടുത്ത് പിടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുട്ടികൾ പെർഫോം ചെയ്യണം. അവര് നമ്മൾ ഒടുക്കി നിർത്തിക്കൊണ്ട് ഒരു കസാരയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവരുടെ കഴിവുകൾ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു മൈക്ക് അവന്റെ മുന്നിൽ കൊടുത്തുകൊണ്ട് അവനെ പ്രതിഭ തെളിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ പെർഫോം ചെയ്യിപ്പിച്ചത്. ഇനി മേലാൽ അത് ആവർത്തിക്കരുത്. കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് അഭിനയിക്കാൻ കഴിയണം. ഈ കോളേജിലൂടെ എന്തിനാണ് ഒരു മൈക്ക്? ആ കുട്ടി നന്നായി പെർഫോം ചെയ്താലേ അത് പറഞ്ഞിട്ട് ആ കുട്ടി ടാൻസിലാണിയൊക്കെ 2 ഫൈറ്റ് വന്നിട്ട് ചെയ്യുമ്പോ എന്തായിരിക്കും ഇന്നത്തെ ഈ വേദിയുടെ അവസ്ഥ? ഓർത്തോക്കും. അവര് നമ്മൾ ഒതുക്കിയിട്ടു. അത് പാടില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോഴേ നമുക്ക് മാർക്കിടാൻ കഴിയുള്ളൂ. അപ്പോ ഇത് വെച്ച് നോക്കുമ്പോ ഇവിടെ നമ്മൾ കണ്ടതില് നന്നായിട്ട് വർക്ക് ചെയ്ത് കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയും തന്നിലെ പോരായ്മകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ കഴിയുന്നത്, നന്നായിട്ട് വർക്ക് ചെയ്യും, തന്റെ പോരായ്മകളെ മറികടന്നുകൊണ്ട് ഒരു വർക്ക് ചെയ്തത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് സെഷൻ നമ്പർ 5 മദർ തെരേസയായിട്ട്. കാരണം അതിന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് അവനോട് പെർഫോം ചെയ്തുള്ളൂ, മറ്റുള്ളവരെ കടത്തി വിട്ടു പോലെ. അപ്പൊ നമ്മൾ അതിന് പരിഗണന കൊടുത്തേ പറ്റുള്ളൂ. പരിഗണന കൊടുത്തതിന് ശേഷം അപ്പൊ ഫസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് അതാണ്. പിന്നെ 1-2 കുട്ടികളെ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ ആ അഭിനയത്തിന്റെ ഒരു റേഡിയോ നാടകമൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം വാചിക അഭിനയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരുടെ വാക്കുകളിലൂടെ ആ സന്ദർഭം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. റേഡിയോ നാടകങ്ങളൊക്കെ കാണുമ്പോൾ ഈ സ്വർഗത്തിൽ വെച്ചാലും നരകത്തിൽ വെച്ചായാലും ഭൂമിയിൽ എവിടെ വെച്ചായാലും അവരുടെ ആ ശബ്ദത്തിന്റെ പ്രകടനത്തിലൂടെ നമുക്ക് അവരുടെ വാചിക അഭിനയത്തിലൂടെ നമുക്ക് ആ കാലവും സിറ്റുവേഷനും ഒക്കെ നമുക്ക് വ്യക്തമാകും. അപ്പൊ അങ്ങനെ കുട്ടിയുടെ കഴിവ്
അതാണ് നമ്മൾ മികച്ച പെർഫോമൻസ് ആയിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടി ചെയ്ത അഭിനയം, അതിന് മാത്രം വേഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടി ചെയ്ത പ്രകടനത്തിന് നമ്മൾ മാർക്കിട്ടത് സെഷൻ നമ്പർ 14 മികച്ച പ്രകടനം. അതുപോലെ സെഷൻ നമ്പർ 11 ആ കുട്ടി നന്നായിട്ട് കൊണ്ട് അവതരിപ്പിച്ചു. പക്ഷെ എന്താണ് നമ്മൾ വേഷത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ അംബേദ്കറായിട്ട് അഭിനയിച്ച കുട്ടി നന്നായിട്ട് അംബേദ്കർ രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട ഡയലോഗ്സ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ ഭരണഘടന ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മളത് തരിച്ചു നിന്ന് പോകില്ലേ? അംബേദ്കർ നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുമ്പോ നന്നായിട്ട് നല്ല രൂപസാദൃശ്യമുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെ ഓരോ കുട്ടികളും ഒന്നിനൊന്നും മികച്ചതാണ്. അവരിൽ കഴിവുകൾ കണ്ടെത്തുന്നതിൽ നമ്മളാണ് പരാജയപ്പെട്ടത്. ആ പരാജയത്തിന് നമുക്ക് ജയിക്കണം. ഈ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത് നമ്മുടെ പഞ്ചായത്തിൽ ഒരു മത്സരം നടത്തുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഞാൻ പറഞ്ഞ ഈ രീതിയിലേക്ക് പരിവർത്തനം ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റം, അതൊരു ആഘോഷത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ട് ഒരു പ്രകടനം നടത്തുന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും. അതിനുള്ള കഴിവുള്ള കുട്ടികളാണ്, കഴിവും കരുത്തുള്ള കുട്ടികളാണ് എല്ലാവർക്കും അഭിനന്ദനം. പ്രത്യേകിച്ച് പരിപാടി നടത്തിയ പഞ്ചായത്ത് രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവർക്കും അഭിനന്ദനം. പെർഫോം ചെയ്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളുണ്ടാകും. ഒരു തോറ്റു പോയിട്ട് നിർത്തിയിട്ട് നിങ്ങൾ ആരും വിഷമിക്കരുത്. നാളെ നിങ്ങൾക്ക് ഏറെ മെച്ചപ്പെടുത്താൻ കഴിയും. പല കുട്ടികളും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അംബേദ്കറുമായി വന്ന കുട്ടിയെ ഇണക്കുന്ന സങ്കടം വരും. കാരണം ഒരു മികച്ച പെർഫോമൻസുകൾ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ അവരുടെ എഫർട്ട് എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പിന്നെ കുട്ടികളാണ് പരിമിതികളുണ്ടെന്ന് അറിയാം. എങ്കിൽ പോലും രക്ഷിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്നവർ അവരെ കൈ പോലത്തെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളൊന്നും മോശമാക്കി പറയില്ല. അത് പരിശീലിപ്പിക്കുന്നവർ കുറച്ചുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല കഴിവുകളായിട്ടുള്ള കുട്ടികൾ ജീവിതത്തിന്റെ പ്രസംഗം നല്ല ഒറിജിനാലിറ്റി ആയിരുന്നു. പക്ക പ്രൊഫഷനായിട്ട് മോഡലേഷനൊക്കെ അടിഗംഭീരം വേണ്ടി തരുന്നുണ്ട്. പക്ഷെ മോഡൽ പെർഫോമൻസ് മോഡൽ അതാണ് നോക്കി കൊടുത്തത്. അപ്പൊ ഇതുപോലെ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെല്ലാം ഏറ്റവും കാര്യങ്ങൾ ഇപ്പൊ ഒരു കാര്യമുണ്ട്. അറിയാലോ, ഇപ്പൊ മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും അഭിനയമാണെങ്കിലും അവതരണമാണെങ്കിലും മറ്റെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്റെ പൂർണ്ണത എന്താണോ വരികൾ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുക. പരിമിതികൾ ഇവിടെ നിന്ന് ഒരു വലിയ നാടകം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രൊഫഷൻ എങ്കിൽ പോലും ഞങ്ങൾ 16 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴിയുമ്പോഴൊക്കെ എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ റൈറ്റ് മോഡലാണ് നമ്മുടെ മോളൊക്കെ ഈ മേഖലയ്ക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തന്നെ വളർന്നു വരുന്ന കൊച്ചു കുട്ടികളാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളും ഒക്കെ ഉപയോഗപ്പെടുത്തും കേട്ടോ. ആരും മോശമായിട്ടില്ല. എല്ലാവരും ആശംസിക്കും. സ്കൂളുകളുടെ പേരും കുട്ടികളുടെ പേരും അവിടെ അനൗൺസ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഈ പ്രച്ഛന്നവേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെ 6-ാം തീയതി 7-ാം തീയതി സ്കൂളുകൾക്ക് നമ്മൾ ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സ്കൂളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം, പ്രത്യേകിച്ച് അത് മത്സര ഇനമായിട്ടും സാധാരണഗതിയിൽ പല വേളകളിലും നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ഒരു ഇനം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അത് തിരഞ്ഞെടുത്തത്. അപ്പോൾ പല ടീച്ചേഴ്സും പ്രയാസം പറഞ്ഞിരുന്നു, ഡയലോഗ്സിന് സമയമില്ല, പഠിപ്പിക്കാൻ നേരമില്ല, ഡയലോഗ്സ് വേണോ എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. പ്രച്ഛന്നവേഷത്തെ കുറിച്ച് ടീച്ചേഴ്സിന് അതുകൊണ്ട് അതിലായിട്ട് അറിയിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഡയലോഗ് നിർബന്ധമായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരിമിതിക്കുള്ളിൽ എന്ന് കുറഞ്ഞ സമയത്ത് എല്ലാവരും അതിലേക്ക് അവതരിപ്പിച്ചു. അതിലെല്ലാവരും സന്തോഷവും അറിയിക്കുകയാണ്. പിന്നെ ജഡ്ജസ് പറഞ്ഞ ആ റിസൾട്ട് ഒന്നുകൂടെ പറയാണ്. 1-ാം സ്ഥാനം നേടിയിട്ടുള്ളത് നമ്മുടെ മുഹമ്മദ് നസീം, ചെസ് നമ്പർ 5 മുഹമ്മദ് നസീം, സ്പെഷ്യൽ സ്പോർട്സ് അബ്ദുറഹ്മാൻ എന്ന ഗ്രാമപഞ്ചായത്തിലാണ്. നമ്മുടെ ജനറലായിട്ടുള്ള ഭാരകൈമാറ്റമാണ്. ആദ്യം നമ്മുടെ ബെസ്റ്റ് പെർഫോമായിട്ട് തെരഞ്ഞെടുത്ത 2 വിദ്യാർത്ഥികളുണ്ട്. ഒന്ന് അബ്ദുറഹ്മാൻ നഗർ പിന്നെ ഏറനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ചെണ്ടപ്രായിലെ ചെസ് നമ്പർ 14 സരോജിനി നായികയുടെ
പിന്നെ സ്നേഹോപഹാരം കൈമാറുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്. അധ്യാപകരെ കണ്ടു വന്നോളൂ. അധ്യാപകരെ രക്ഷിതാക്കളുണ്ടെങ്കിൽ വന്നോളൂ, പെട്ടെന്ന് വന്നോളൂ. സ്കൂളിലെ അധ്യാപകരില്ലേ? നല്ല കൈയ്യടി കൊടുക്കുക. അടുത്തത് നമ്മുടെ ബെസ്റ്റ് പെർഫോമറിൽ ഒരാളും കൂടി ഉണ്ട്. പങ്കെടുത്ത കുട്ടികൾക്കുള്ള സ്നേഹോപഹാരം നൽകുകയാണ്. ഓരോ കുട്ടികളെ പിടിക്കാം. കുട്ടികളെ പെട്ടെന്ന് തന്നെ സയാൻ ചന്ദ്ര, രേഹ, മഹ്ബൂഷ് ഈ സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കാവുന്ന നിമിഷമാണ്. കാരണം എല്ലാ തരത്തിലും മാതൃക തീർത്ത് സ്പെഷ്യൽ സ്കൂൾ. പിന്നെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയതാണ് ബെസ്റ്റ് പെർഫോമറിൻ്റെ അവാർഡ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി, സന്തോഷമായി. അങ്ങനെ നമ്മുടെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണം തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു സമ്മാന വിതരണത്തിന് സമ്മാനം. അങ്ങനെ പ്രോത്സാഹന സമ്മാനം എല്ലാം കിട്ടി, അടിപൊളിയായിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായി. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അത് എനിക്ക് സമ്മാനമൊക്കെ കിട്ടി, നല്ല അടിപൊളിയായി. അങ്ങനെ നല്ല സന്തോഷമായിട്ടോ. ഓരോരുത്തരും എനിക്ക് കൺഗ്രാജുലേഷൻസൊക്കെ തന്നു കേട്ടോ. പിന്നെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ സമ്മാനമൊക്കെ പിടിച്ചിറങ്ങി. പിന്നെ ദേ നമ്മൾ അവരൊരു ലോഗൊക്കെ ഉള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നു, ഒക്കെ പിടിച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തുവിട്ടു. അപ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാവരും കൂടി നിന്നിട്ട് പഞ്ചായത്തിൻ്റെ മുമ്പിൽ അവരുടെ ലോഗുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ട് എടുത്തതാണ് പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്ന്. അങ്ങനെ അതെല്ലാം നമ്മൾ ചെയ്തു. അങ്ങനെ അതും കഴിഞ്ഞു. ഒരുപാട് പേര് എനിക്ക് കൺഗ്രാജുലേഷൻസൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതേ നല്ല സന്തോഷമായി. സമ്മാനം കൊണ്ടുവരാൻ പറ്റി, അൽഹംദുലില്ലാ. ഞാൻ പോകുമ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്തിയപ്പോൾ പ്രതീക്ഷ ഇല്ലേനി, പക്ഷെ കിട്ടി എൻഡിൽ. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതേ പിന്നെ ഈ അടിയിലിരിക്കുന്ന പ്രോത്സാഹന സമ്മാനം, അതിനുള്ളിൽ ഒരു എക്സാം ബോർഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല ഗുണമായി, കാരണം നമുക്ക് പരീക്ഷൻ്റെ അടുത്തൊരു എക്സാം ബോർഡൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കാണിച്ച പോലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കതൊക്കെ കാണിച്ചു തന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ കുറച്ച് ചുറ്റി. പിന്നെ അതേ ഞാൻ എൻ്റെ സമ്മാനമൊക്കെ പിടിച്ചു. അൽഹംദുലില്ലാ, സമ്മാനമൊക്കെ കിട്ടി, മാഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ സമ്മാനം പിടിച്ച് വീഡിയോയും ഫോട്ടോസും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. ആഗസ്റ്റ് 15 ഒരു വീഡിയോ ആയിരുന്നു. ആഗസ്റ്റ് 14 ആയിരുന്നത്. ആഗസ്റ്റ് 15 പ്രജനവേഷ മത്സരം ബെസ്റ്റ് പെർഫോമർ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ് കിട്ടി. നല്ല സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.
Thanks for watching. Don't forget to subscribe.